ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പം M1 എന്നുള്ള കോച്ചിന് മുമ്പിലാണ്. തേർഡ് AC എക്കണോമി ക്ലാസ് ആണ് ഇത്. M1 എന്ന് പറയുന്ന കോച്ചസ്. എന്താണ് ഈ തേർഡ് AC എക്കണോമി ക്ലാസ്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും? സാധാരണ തേർഡ് AC ക്ലാസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തേർഡ് AC എക്കണോമി ക്ലാസ്. കാരണം പേഴ്സണലൈസ് ചെയ്ത കുറേ സാധനങ്ങൾ ഓരോ യാത്രക്കാരെയും ഉദ്ദേശിച്ച് പേഴ്സണലൈസ് ചെയ്തുണ്ടാക്കിയ ഒരു നല്ല കോച്ചാണ് തേർഡ് AC എക്കണോമി കോച്ച് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, റൈറ്റ്, ലെറ്റ്സ് ഗോ. കയറിയാൽ തന്നെ ഇങ്ങനെ ഇരിക്കും തേർഡ് AC എക്കണോമി ക്ലാസ്. നല്ല ക്ലാസിക് ലുക്കാണ് അതിൻ്റെ കുഷനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാണുന്നൊരു സാധനമാണ് ഈ പേഴ്സണലൈസ്ഡ് AC ഇവൻ്റ് എന്ന് പറയുന്നത്. ഓരോ യാത്രക്കാരനും AC പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ഇത് വാട്ടർ ബോട്ടിൽ ഹോൾഡറാണ്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നല്ല ഡിസ്പ്ലേ ബോർഡ് കാണാൻ പറ്റും. സ്ലൈഡിങ് ഡോർസാണ്. ഓരോ ബെഡിനും കിടക്കയ്ക്കും പറ്റുന്ന രീതിയിലുള്ള നല്ല ആംബിയൻസ് കൊടുക്കത്തക്ക രീതിയിലുള്ള പേഴ്സണലൈസ്ഡ് ചെയ്ത മൊബൈൽ ചാർജിങ്, നൈറ്റ് ലാമ്പ്, ചാർജിങ് പോയിൻ്റ്, കപ്പ് ഹോൾഡർ, മൊബൈൽ ഹോൾഡർ, ഇതെല്ലാം ഈ തേർഡ് AC എക്കണോമി ക്ലാസ്സിൻ്റെ പ്രത്യേകതകളാണ്. അത് ഓരോ ഇപ്പോൾ ഏറ്റവും താഴത്തെ ബെർത്തിൽ കിടക്കുന്ന ആൾക്കുള്ളതാണത്. ആ ആൾക്കുള്ള ബോട്ടിൽ ഹോൾഡറാണ്. ടേബിളുണ്ട്. നോക്കി, ചാർജർ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആ ലൈറ്റിൻ്റെ താഴെ ചാർജർ ഇല്ലാതെ തന്നെ കേബിൾ മാത്രം മതി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നോക്കി, അങ്ങോട്ട് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണലൈസ്ഡ് AC വെൻ്റാണ്. ഇപ്പോൾ സെക്കൻഡ് ബെർത്തിൽ കിടക്കുന്ന ആളിന് ഉള്ള പേഴ്സണലൈസ്ഡ് AC വെൻ്റാണ് ഈ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ താഴത്തെ ആൾക്കുള്ള AC വെൻ്റ്. എനിവേ, എന്തായാലും ഇത് മറ്റുള്ള ട്രെയിനിൽ നിന്നും വളരെ വ്യത്യസ്തമായി എനിക്ക് കാണാൻ പറ്റിയ ഒരു സാധനമാണ്. എനിവേ, എന്താണ് ദോഷമുണ്ട്. സാധാരണ തേർഡ് AC ക്ലാസ്സുകളിൽ നിന്നും കുറച്ച് ലെഗ് സ്പേസ് കുറവാണെന്ന് എനിക്ക് തോന്നി. അങ്ങനൊരു നെഗറ്റീവ് വശം ഇതിനകത്തുണ്ട്, ഈ ട്രെയിനകത്തുണ്ട്. കാരണം 72 സീറ്റ് വരുന്നതിന് പകരം കുറച്ചുകൂടെ സീറ്റ് കൂട്ടിയത് കൊണ്ട് ലെഗ് സ്പേസിന് ഒരു ചെറിയ ബുദ്ധിമുട്ട്. കാലിന് നീളമൊക്കെയുള്ള ആൾക്കാർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാൽ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അത് മാത്രമേ ഉള്ളൂ. എനിവേ, ബാത്റൂം ഫെസിലിറ്റീസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബാത്റൂമൊക്കെ നല്ല ഇന്ത്യനും വെസ്റ്റേണും ബാത്റൂംസ് അവൈലബിൾ ആണ്. നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് സ്ലൈഡ് ചെയ്യുന്ന ഡോറാണുള്ളത്. ഇതാണ് സ്ലൈഡിങ് ഡോർസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയ വേറൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ വെള്ളം. ഇത് മുഖം കഴുകാനോ ആ തരത്തിൽ സ്പേസ് കുറച്ചിരിക്കുന്നത് കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ഭാഗം. കാരണം അത്ര സ്പേസ് ഇല്ല, ചെറിയൊരു സാധനം, പക്ഷേ അകത്തോട്ട് ഇടുങ്ങിയിരിക്കുന്ന ഒരു ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നി. സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിവേ, നല്ല സ്പേസ്, ഇവിടെ വന്ന് നിൽക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് ഇറങ്ങാൻ നേരം ആവശ്യത്തിന് സ്പേസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഭാഗമാണിത്. എനിവേ, തേർഡ് AC എക്കണോമി ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നി. നല്ല പുതിയ ഗ്ലാസുകൾ ഒക്കെ ഇതിൻ്റെ ഫീച്ചറാണ്. ഫെയറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തേർഡ് AC ക്ലാസ്സിനേക്കാളും കുറച്ച് വ്യത്യാസം കുറവ് മാത്രമേ ഉള്ളൂ. തേർഡ് AC എക്കണോമിക് ക്ലാസ് എന്നാൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കൊച്ചുവേളി മുംബൈ CST എക്സ്പ്രസ് ആണ്. ഇത് ബൈ വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇതിനകത്ത് 4 M1, M2, M3, M4 4 എക്കണോമിക് ക്ലാസ് കോച്ചസ് ഉണ്ട്. തലേദിവസം ബുക്ക് ചെയ്തതാണ് ഞാൻ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയ ഒരു യാത്രയാണ്. എനിവേ, ഇതാണ് M1 കോച്ചിൻ്റെ പുറം ഭാഗമുള്ളത്. ഇത് LHP കോച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു പുതിയ കോച്ചായതുകൊണ്ട് ഒരു പുതിയ ക്ലാസിക് ലുക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. എനിവേ, നിങ്ങൾക്ക് ഈ M1, M2, M3 ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ചെയ്യണം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻജോയ് ദ ഡ്രീം ട്രാവലർ അനു. താങ്ക് യു.